തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ശിക്ഷിക്കപ്പെടണം. അല്ലാതെ വെള്ളപൂശി ന്യായീകരിച്ച തലയിലെടുത്ത് വെക്കാൻ ഇത് LDF-ഉമല്ല, BJP-യുമല്ല, UDF എന്ന ഐക്യമുന്നണിയാണ്. ഐക്യമാണ് വലുത് എന്ന് കാണിച്ചു തന്ന പാർട്ടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ചുറ്റും നിന്നും കുത്തിനോവിക്കുന്നവർ സ്വയമെന്ന് തിരിഞ്ഞു നോക്കുന്നതും നല്ലതായിരിക്കും. ചെളി ചവിട്ടിയാൽ കഴുകണം, അല്ലാതെ CPIM-ന്റെ മന്ത്രിമാരെ പോലെ ചളിയും ചവിട്ടി താണ്ഡവം ആടുകയല്ല വേണ്ടത്. രാഹുലിനെ കൊണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചതും ഇപ്പോൾ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതും പാർട്ടിയുടെ മര്യാദയാണ്. അല്ലാതെ കൈരളിയുടെ ന്യൂസ് ഡെസ്കിലിരുന്ന് കെട്ടിച്ചമയ്ക്കുന്നത് പോലെ കോൺഗ്രസുകാരുടെ രഹസ്യം പുറത്തു പറയുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് MLA സ്ഥാനം രാജിവെപ്പിക്കാത്തതെന്നൊന്നും പറയേണ്ട കാര്യമില്ല. സസ്പെൻഡ് ചെയ്ത ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിക്ക് കോൺഗ്രസ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു എന്ന് തന്നെ പറയണം. മുഴുനീളത്തിൽ രാഹുലിനെതിരെയുള്ള വാർത്തകൾ അച്ചടിച്ചു വിടുന്ന കൈരളിയും ദേശാഭിമാനിയും സ്വന്തം മന്ത്രിമാരുടെ പേരെങ്കിലും കസേരയും തെറിക്കുന്നത് എപ്പോഴാണ് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ആരോപണങ്ങൾ കെട്ടുപൊട്ടിച്ച് വരുന്നതല്ലാതെ നല്ല വടിവത്ത വെള്ളപ്പേപ്പറിൽ എഴുതി തയ്യാറാക്കി നൽകിയ ഒരു പരാതിയും രാഹുലിനെതിരെ ഇന്ന് വരെ ലഭിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ള തരത്തിലെ ചർച്ചകൾ വരുമ്പോഴും പരാതി ലഭിക്കാത്തിടത്തോളം കാലം ഒരു MLA-യെ കൊണ്ട് രാജിവെപ്പിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം പാർട്ടി എടുത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന ലൈംഗിക ആരോപണ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്നത് മുകേഷ് പ്രതിയായ കേസാണ്. ഇനി സീറ്റില്ല എന്ന് തീരുമാനിക്കപ്പെട്ട പാർട്ടി വേദികളിൽ നിന്നും പരിപാടികളിൽ നിന്നും നിർബന്ധിത ഒഴിവാക്കൽ നേരിടുന്ന കൊല്ലം MLA M മുകേഷ് വീണ്ടും പിണറായി സർക്കാരിന് തലവേദനയാകുന്നു. സംഗീത നാടക അക്കാദമി ചെയർമാൻ ആക്കിയതും MLA ആക്കിയതും CPM ഉയർത്തിവിട്ട മുകേഷ് കുറെ കാലമായി പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുകയാണ്. പ്രതിപക്ഷത്തു നിന്നും പിണറായി വിജയനെ നിരന്തരം പേരെടുത്ത് ആക്രമിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടുവോളം ആയുധം കിട്ടിയിട്ടും കൈകെട്ടി നിൽക്കുന്ന പോലെ പാർട്ടിക്ക് കഴിയുന്നുള്ളൂ. രാഹുൽ MLA സ്ഥാനം ഒഴിയണമെന്നാണ് പൊതുജന അഭിപ്രായമെന്ന നിലയ്ക്കുള്ള അഴകൊഴമ്പൻ നിലപാടാണ് CPM-നുള്ളത്. കാരണം ഈ വിഷയത്തെ പ്രതിപക്ഷം നേരിടുന്നത് ആരോപണ വിധേയനായ മുകേഷ് ഇപ്പോഴും MLA തുടരുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങിയ പല നേതാക്കളോടുമുള്ള CPM നിലപാട് എടുത്തു പറയുമ്പോഴും മുകേഷിന്റെ കാര്യത്തിൽ കൂടുതൽ ഉറക്കിയാണ് പ്രതിരോധം തീർക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ രാഹുൽ MLA സ്ഥാനം കൂടി ഒഴിയണമെന്ന് BJP ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. CPM-ഉം ഇത് ഉന്നയിക്കുന്നുണ്ട് എങ്കിലും തെരുവിലിറങ്ങി സമരത്തിനില്ല. CPM-ലെ വനിതകളടക്കം മുകേഷിനെ പിന്തുണച്ചതിൽ പഴയ വാർത്തകളും വീഡിയോ ക്ലിപ്പുകളും പുറത്തുവരുന്നുമുണ്ട്. സംസ്ഥാന സർക്കാർ അഭിമാനപൂർവ്വം അവതരിപ്പിച്ച ചലച്ചിത്ര നയരൂപീകരണ കോൺക്ലേവും പങ്കെടുക്കുന്നതിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കിയിരുന്നു. നിലവിൽ MLA സ്ഥാനം ഉണ്ട് എന്നല്ലാതെ മുകേഷിനെ ഒരു കൈയകലത്തിൽ നിർത്തിയാണ് കൊല്ലത്തെ പാർട്ടി പ്രവർത്തിക്കുന്നത്. ജില്ലാ സമ്മേളനത്തിൽ പോലും കാര്യമായ റോൾ ഉണ്ടായിരുന്നില്ല. പാലക്കാടിന് സമാനമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കില്ല എന്നതാണ് കൊല്ലത്ത് പാർട്ടി പ്രവർത്തകനും ജനത്തിനും CPM നൽകിയിരിക്കുന്ന ഉറപ്പ്. വീണ്ടും മുകേഷിന് വിഷയം ചർച്ചകളിൽ നിറയുമ്പോഴും സോഷ്യൽ മീഡിയ ഓഡിറ്റിനും വിധേയമാകുമ്പോൾ കുഴിയുന്നത് സൈബർ സഖാക്കളുമാണ്. താരപ്രഭയെ മുൻനിർത്തി ഇലക്ഷൻ വിജയം മാത്രം ലക്ഷ്യമിട്ടുള്ള ഇത്തരം സ്ഥാനാർത്ഥിത്വം കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. മുകേഷ് ഉയർത്തിക്കാണിച്ച CPM-നെ നിശബ്ദമാക്കാമെങ്കിലും BJP-യുടെ നിലപാട് കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കുന്നു എന്നതും സത്യമാണ്. കേരളത്തിൽ ഇതുവരെ പ്രധാന നേതാക്കൾ ആരും ലൈംഗിക അപവാദങ്ങളൊന്നും പെട്ടിട്ടില്ലാത്തതിന്റെ ആവേശമാണ് BJP-ക്ക് ഈ വിഷയത്തിലുള്ളത്. പക്ഷേ ഇതെല്ലാം വളരെ കൃത്യമായ രീതിയിൽ ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിനെ കൊണ്ടായി എന്നതാണ് ഈ വിഷയത്തിലും നമുക്ക് പറയാനുള്ളത്.